അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്പെൻഡ് കെയർഫുള്ളി എന്ന 4ാമത്തെ യൂണിറ്റ് ആണ് ഇപ്പൊ എടുക്കാൻ പോകുന്നത്. എക്കണോമിക് സെക്യൂരിറ്റി എന്ന ടോപ്പിക് ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. എക്സ്പെൻസസ് എക്സീഡിംഗ് ഇൻകം വിൽ ലീഡ് ടു എക്കണോമിക് ക്രൈസിസ് ഇൻ ദ ഫാമിലി. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ചെലവ്. എക്സീഡിംഗ് ഇൻകം, വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവ് വന്നാൽ എന്ത് സംഭവിക്കും? ഒരു എക്കണോമിക് ക്രൈസിസ്, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ എന്താണ്? ഒരു കടബാധ്യത അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി ആ ഫാമിലിയിൽ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. വെൻ എക്സ്പെൻസസ് ആർ ലെസ് ദാൻ ഇൻകം ദർ വിൽ ബി എ സർപ്ലസ്. അതായത് എക്സ്പെൻസ് നമ്മൾ ചെലവാക്കുന്നത് ഇൻകം കിട്ടുന്നതിനേക്കാൾ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? there will be surplus. അതായത് കുറച്ച് സംഖ്യ നമുക്ക് മാറ്റി വെക്കാൻ പറ്റും. This surplus is the saving of a family. ഈ surplus എന്ന് പറയുന്നതാണ് ഒരു ഫാമിലിയുടെ സേവിങ്സ്. Saving plays a vital role in economic security. അപ്പോൾ what is playing a major role in economic security? Savings ആണ് കേട്ടോ. നമ്മുടെ ഫാമിലിയുടെ ഒരു എക്കണോമിക് സെക്യൂരിറ്റി, സുരക്ഷിതത്വം എന്ന് പറയുന്നത് എന്താണ്? സേവിങ്സ് ആണ്. എക്കണോമിക് സെക്യൂരിറ്റി മീൻസ് maintaining higher standard of living and ability to meet expenses likely to incur in future. അപ്പോൾ എന്താണ് ഈ എക്കണോമിക് സെക്യൂരിറ്റി? എക്കണോമിക് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിത രീതി നല്ല ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ് കേട്ടോ. ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുക. അല്ലെങ്കിൽ എന്താണ്, നമ്മളുടെ ഇനി വരാൻ പോകുന്ന ചെലവുകൾ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുക, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുക. ഓക്കെ, അതാണ് ഈ ഒരു എക്കണോമിക് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ. അതായത് കുറച്ച് കൂടുതൽ കാശ് അറേഞ്ച് ചെയ്യേണ്ടി പെട്ടെന്ന് ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അടുത്ത് നിന്ന് എടുക്കാനുള്ള ഒരു കഴിവ്, അതാണ് ഈ എക്കണോമിക് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അത് നമ്മൾ ഏതിലൂടെയാണ് കിട്ടുന്നത്? സേവിങ്സിലൂടെയാണ് കിട്ടുന്നത് അല്ലേ. സേവിങ്സ് എവിടുന്നാണ് കിട്ടുന്നത്? സർപ്ലസ്. എക്സ്പെൻസ് ലെസ് ദാൻ ഇൻകം. എക്സ്പെൻസ് ഇൻകത്തിനേക്കാൾ ലെസ് ആവുമ്പോഴാണ് ഈ സർപ്ലസ് ഉണ്ടാവുന്നത്. ഈ സർപ്ലസ് എന്ന് പറയുന്നതാണ് സേവിങ്. സേവിങ് എക്കണോമിക് സെക്യൂരിറ്റിക്ക് കാരണമാകും. ഓക്കെ, സേവിങ്സ് എക്കണോമിക് സെക്യൂരിറ്റി. അപ്പോൾ ഈ എക്കണോമിക് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിനിങ് ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് എബിലിറ്റി ടു മീറ്റ് എക്സ്പെൻസസ് ലൈക്ലി ടു ഇൻകർ ഇൻ ഫ്യൂച്ചർ. We can attain economic security through better management of family income. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എക്കണോമിക് സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത്? അത് ബെറ്റർ മാനേജ്മെന്റ് ഓഫ് ഫാമിലി ഇൻകം ആണ്. അതായത് നമ്മുടെ ഫാമിലി ഇൻകം ഒക്കെ നന്നായിട്ട് ബെറ്റർ ആയിട്ട് നന്നായിട്ട് മാനേജ് ചെയ്യുമ്പോഴാണ് ഈ ഒരു എക്കണോമിക് സെക്യൂരിറ്റി നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അടുത്തത്, the following 3 states can be observed on examining the income and expenses of families. ഈ 3 കാര്യങ്ങൾ, താഴെ കാണുന്ന 3 കാര്യങ്ങളാണ് നമുക്ക് ഇൻകമും എക്സ്പെൻസസും ചില ഫാമിലീസിൽ പല തരത്തിലുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ചില ഫാമിലീസിൽ എക്സ്പെൻസും ഇൻകം ഈക്വൽ ആയിരിക്കും. എക്സ്പെൻസും ഇൻകം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് കിട്ടുന്നത് മുഴുവൻ അവർ ചെലവാക്കും. ഓക്കെ, നമുക്ക് കിട്ടുന്ന ഇപ്പോൾ 1000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ആ 1000 രൂപയായിരിക്കും അവരുടെ ചെലവ്. ആ പൈസയ്ക്ക് മുഴുവനായിട്ടും അവർ എന്ത് ചെയ്യും? ചെലവ് ചെയ്യും. നെക്സ്റ്റോ, ഇൻകം മോർ ദാൻ എക്സ്പെൻസ്. അതായത് ഇൻകം, നമുക്ക് കിട്ടുന്ന വരുമാനം ഉണ്ടല്ലോ, വരുമാനം ചെലവിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ അത്ര അധികം ചെലവാക്കില്ല, ആവശ്യത്തിന് മാത്രമേ ചെലവാക്കുള്ളൂ. ചില ഫാമിലി അങ്ങനെയാണ് കേട്ടോ. അടുത്തതോ, ഇൻകം ലെസ് ദാൻ എക്സ്പെൻസ്. ഇൻകം ലെസ് ദാൻ എക്സ്പെൻസ്, ചെലവിനേക്കാൾ കുറവായിരിക്കും ഇൻകം. അതായത് വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവ് ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെ 3 ടൈപ്പ് ഫാമിലീസ് ആണ് നമ്മുടെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഇൻ വിച്ച് കോണ്ടെക്സ്റ്റ് ക്യാൻ വി ഹാവ് സർപ്ലസ്? അപ്പൊ ഈ 3 കോണ്ടെക്സ്റ്റിൽ ഏതിലായിരിക്കും സർപ്ലസ് ഉണ്ടാവുക? സർപ്ലസ് എന്ന് പറഞ്ഞാൽ സേവിങ്സ്. ഏതിലായിരിക്കും? ഇൻകം മോർ ദാൻ എക്സ്പെൻസ്, ചെലവിനേക്കാൾ കൂടുതൽ വരുമാനം ഉള്ളപ്പോഴാണ് എന്ത് ഈ ഒരു സർപ്ലസ് ഉണ്ടാവുന്നത്. യെസ്. നെക്സ്റ്റോ, വിച്ച് കോണ്ടെക്സ്റ്റ് എൻഷുവേഴ്സ് എക്കണോമിക് സെക്യൂരിറ്റി? ഏത് ഇതിലാണ് എക്കണോമിക് സെക്യൂരിറ്റി ഉണ്ടാവുന്നത്? അതും ഇതിൽ തന്നെയാണ് അല്ലെ. ഇൻകം മോർ ദാൻ എക്സ്പെൻസ്, ഇതിൽ തന്നെയാണ് ഈ ഒരു എക്കണോമിക് സെക്യൂരിറ്റി ഉണ്ടാവുന്നത്. Is it desirable to control expenses for ensuring economic security?
അതായത് നമ്മൾ എക്സ്പെൻസസ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എക്കണോമിക് സെക്യൂരിറ്റിക്ക് കാരണമാകുമോ? യെസ് അല്ലേ? എന്തുകൊണ്ടാണ്? എക്സ്പെൻസ് കൺട്രോൾ ചെയ്താൽ നമുക്ക് സർപ്ലസ് ഉണ്ടാവും, സർപ്ലസ് ഉണ്ടായാൽ സേവിങ്സ് ഉണ്ടാവും, സേവിങ്സ് എക്കണോമിക് സെക്യൂരിറ്റിക്ക് കാരണമാകും. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റ്. എന്താണ് ഈ ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റ് എന്ന് നമുക്ക് നോക്കാം. Nowadays, several products are available in the market. നമുക്കിപ്പോൾ ഒരുപാട് പ്രൊഡക്ട്സ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അല്ലേ? അതുപോലെ തന്നെ there are advertisement persuading people to buy these products. ഒരുപാട് അഡ്വർടൈസ്മെന്റ് നമുക്ക് ഇങ്ങനെ വാങ്ങിക്കാൻ കൊതി തോന്നുന്ന തരത്തിലുള്ള അഡ്വർടൈസ്മെന്റുകളുണ്ട്. Influenced by these advertisements, we can purchase excessively and this lead to increased expense. നമ്മൾ ഈ ഒരു അഡ്വർടൈസ്മെന്റ് ഒക്കെ കണ്ടിട്ട് നമ്മൾ ഒരുപാട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് എക്സ്പെൻസ് കൂട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? ലീഡ്സ് ടു ഇൻക്രീസ്ഡ് എക്സ്പെൻസ്. അപ്പൊ എന്ത് നമ്മൾ ചെയ്യണം? We should have the sense to buy good quality essential products without falling into the temptations of advertisement. അഡ്വർടൈസ്മെന്റിന്റെ പരസ്യങ്ങളുടെ വലയിൽ വീഴാതെ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് നമുക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങിക്കാനുള്ള ഒരു സെൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ത്രിഫ്റ്റ് ഈസ് ദ ഹാബിറ്റ് ഓഫ് സ്പെൻഡിങ് അവർ ഇൻകം effectively to meet our desired requirements. ത്രിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻകം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ആണ്. എങ്ങനെ? ഇഫക്റ്റീവ്ലി ടു മീറ്റ് അവർ ഡിസൈർഡ് റിക്വയർമെന്റ്സ്. നമുക്ക് ആവശ്യമുള്ള റിക്വയർമെന്റ്സ് കാര്യങ്ങൾ മാത്രം വാങ്ങിച്ച് നമ്മുടെ വരുമാനം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ത്രിഫ്റ്റ് എന്ന് പറയുന്നത്. ത്രിഫ്റ്റ് ഷുഡ് ബി എ പാർട്ട് ഓഫ് അവർ ലൈഫ്. ത്രിഫ്റ്റ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കണം. എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത അത് ഓരോ കാര്യങ്ങൾ വാങ്ങിച്ചു കൂട്ടിയിട്ടല്ല, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ വരുമാനത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതാണ് ത്രിഫ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ത്രിഫ്റ്റ് ഹെൽപ്സ് ടു എൻഷുർ എക്കണോമിക് സെക്യൂരിറ്റി. ത്രിഫ്റ്റ് ഹെൽപ്സ് ടു എൻഷുർ എക്കണോമിക് സെക്യൂരിറ്റി. എക്കണോമിക് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ ത്രിഫ്റ്റ് സഹായിക്കുന്നു. സിമ്പിൾ ലൈഫ് സ്റ്റൈൽ ഈസ് എസെൻഷ്യൽ ഫോർ ത്രിഫ്റ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ത്രിഫ്റ്റ് ഉണ്ടാവണമെങ്കിൽ എന്ത് നമ്മൾ ചെയ്യണം? സിമ്പിൾ ആയിട്ടുള്ള നമ്മളെ ലൈഫ് സ്റ്റൈൽ ചുരുങ്ങി ജീവിക്കണം. ഓക്കെ, ഓൾ മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി ഷുഡ് പ്രാക്ടീസ് ത്രിഫ്റ്റ്. ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും ത്രിഫ്റ്റ് പ്രാക്ടീസ് ചെയ്യണം. ആസ് എ സ്റ്റുഡൻറ്, വാട്ട് ക്യാൻ യു ഡു ടു എൻഷുർ ത്രിഫ്റ്റ്? നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്, അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കാം കേട്ടോ. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? യെസ്, അവോയ്ഡ് ലക്ഷറി ഗുഡ്സ്. ഒരുപാട് മാർക്കറ്റിൽ ഒരുപാട് വില കൂടിയ കാര്യങ്ങൾ അല്ലെ, വില കൂടിയ ഐറ്റംസ് തന്നെ ഉണ്ടാവും. പക്ഷെ അതന്നെ മീഡിയം ക്വാളിറ്റിയിലുള്ള മീഡിയം പ്രൈസിലുള്ള ഇതുണ്ടാവും. അപ്പൊ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ ഒരുപാട് ഒഴിവാക്കി നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളുടേതായിട്ടുള്ള വരുമാനത്തിന്റെ ബേസിസിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? യെസ്, നമുക്ക് നല്ല രീതിയിൽ ത്രിഫ്റ്റ് എൻഷുർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ഫുഡ് ഗ്രെയിൻസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ദാറ്റ് ക്യാൻ ബി കൾട്ടിവേറ്റഡ് അറ്റ് ഹോം. നമുക്ക് ഫുഡ് ഗ്രെയിൻസ് ഒക്കെ നമുക്ക് തന്നെ കൾട്ടിവേറ്റ് ചെയ്യാം. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്തിട്ട് ത്രിഫ്റ്റ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അടുത്തതൊരു ടേബിൾ തന്നിട്ടുണ്ട്, ഫാമിലി ഇൻകമും എക്സ്പെൻഡിച്ചറും. ഒരു മാസത്തെ എക്സ്പെൻഡിച്ചർ നോക്കൂ. ഇൻകം ആദ്യം നോക്കാം. എത്രയാണ്? 21,000 ആണ് ഇൻകം. എക്സ്പെൻഡിച്ചറോ? റൈസ് ആൻഡ് ഗ്രോസറിക്ക് 4,000, വെജിറ്റബിൾസിന് 2,000, മിൽക്ക് ഫിഷിന് 3,000, ടെലഫോൺ, ന്യൂസ് പേപ്പർ, ഇലക്ട്രിസിറ്റി, അതുപോലെ ക്ലോത്ത്സ്, എഡ്യൂക്കേഷൻ, മന്ത്ലി എക്സ്പെൻസസ്, ട്രാവൽ, ലോൺ പേയ്മെന്റ്, ഇൻഷുറൻസ്, അതർ എക്സ്പെൻസസ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന ഏതൊക്കെ ആയിരിക്കും? റൈസും ഗ്രോസറിയും ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് അതിൽ നിന്നും കുറച്ച് സേവ് ചെയ്യാം. ഓക്കെ, വെജിറ്റബിൾസിൽ നിന്നും നമുക്ക് കുറച്ച് സേവ് ചെയ്യാം. മിൽക്കെന്നും ഫിഷെന്നും നമുക്ക് കുറച്ച് നമുക്ക് പറ്റുന്ന രീതിയിൽ സേവ് ചെയ്യാം. ടെലഫോണും ന്യൂസ് പേപ്പറും നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല, അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് ഒഴിവാക്കാം. ഇലക്ട്രിസിറ്റി ചാർജും നമുക്ക് കുറച്ച് സേവ് ചെയ്യാം. ക്ലോത്ത്സിലും നമുക്ക് സേവ് ചെയ്യാം. എഡ്യൂക്കേഷനിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ മെഡിക്കൽ എക്സ്പെൻസ് നമുക്ക്
പറ്റുന്നുണ്ടെങ്കിൽ സേവ് ചെയ്യാൻ നമുക്ക് മെഡിക്കൽ എക്സ്പെൻസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അതുപോലെ തന്നെ ട്രാവൽ നമുക്ക് സേവ് ചെയ്യാം. ലോൺ പേയ്മെന്റ് സേവ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇൻഷുറൻസും സേവ് ചെയ്യാൻ പറ്റില്ല. അതർ എക്സ്പെൻസും നമുക്ക് കുറച്ചൊക്കെ നമുക്ക് സേവ് ചെയ്യാം. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് കൊണ്ടുവന്ന് ഈ ഇൻകത്തിനേക്കാൾ കുറവാക്കാൻ കഴിയും. അങ്ങനെ കഴിയുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? എക്കണോമിക് സെക്യൂരിറ്റി ഉണ്ടാവുന്നത്. ഓക്കെ. What can you infer from the analysis of the given data? അതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. എന്തൊക്കെയാണ് മനസ്സിലായത്? ഇൻകം ഇൻകത്തിനേക്കാൾ കൂടുതലാണ് എക്സ്പെൻഡിച്ചർ അല്ലെ. അടുത്തത് ഫാമിലീസ് മെ നോട്ട് കീപ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം? ഫാമിലീസ് ചില ഫാമിലീസ് ഒന്നും അവരുടെ ഇൻകം ഒന്നും ഇതൊന്നും റെക്കോർഡ് ചെയ്ത് വെക്കാറില്ല, എഴുതി വെക്കാറില്ല, ഇൻകം എക്സ്പെൻഡിച്ചർ ഒന്നും അല്ലെ. They can ensure better life if they anticipate income and expenditure. ഇൻകമും എക്സ്പെൻഡിച്ചറും ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു ഇത് കുറയ്ക്കാൻ പറ്റും. Keeping records on the estimated income and expenses of a family can be called a family budget. അപ്പോൾ എന്താണ് ഫാമിലി ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ? Keeping records on the estimated income. നമ്മുടെ ഇൻകം എഴുതുക, അതുപോലെ തന്നെ അതിന്റെ എക്സ്പെൻസ്, എന്തൊക്കെ എക്സ്പെൻസ് ആണ് നമുക്ക് ചെലവായത് എന്നുള്ളത് എഴുതി കഴിഞ്ഞാൽ അതാണ് പറയുന്നത് ഫാമിലി ബഡ്ജറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓരോതിന്റെയും ഇത് റെക്കോർഡ് ചെയ്ത് വെക്കുക, എഴുതി വെക്കുക, എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് കറക്റ്റ് ആയിട്ട് അതൊന്ന് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഫാമിലി ബഡ്ജറ്റ് എന്ന് പറയുന്നത്. Let us examine the benefits of preparing a family budget. ഒരു ഫാമിലി ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്? കോർഡിനേറ്റ് എക്സ്പെൻസസ് ഇൻ അക്കോർഡൻസ് വിത്ത് ഇൻകം. ഇൻകത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പെൻസസ് ഒക്കെ ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. എന്തൊക്കെ എക്സ്പെൻസസ്? നമുക്ക് വരുമാനം ഇപ്പൊ 1000 രൂപയുള്ളൂ, അപ്പൊ നമുക്ക് 500 കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിനുശേഷം 500 നമുക്ക് സേവ് ചെയ്ത് വെക്കാം. അപ്പൊ 500 കൊണ്ട് എന്തൊക്കെ വാങ്ങിക്കാൻ പറ്റും, അത് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം, അതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ requirements can be prioritized and met with accordingly. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള, പെട്ടെന്ന് അർജന്റ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അത് പ്രയോറിറ്റൈസ് ചെയ്യാം. ബാക്കിയുള്ളത് തീരെ പ്രയോറിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ നമുക്കത് ഒഴിവാക്കാം. അതൊക്കെ നമുക്ക് എഴുതി വെക്കുന്നതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് the need for thrift and saving can be realized. അതായത് നമുക്ക് ത്രിഫ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലെ, ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഓവറായിട്ട് നമ്മൾ ചെലവാക്കാതിരിക്കുക. അപ്പൊ അതൊക്കെ നമുക്ക് റിയലൈസ് ചെയ്യാം. സേവിങ്സിന്റെ ഒരു ഇതൊക്കെ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? നമുക്ക് എഴുതി വെക്കുമ്പോഴാണ്. ഓക്കെ. അടുത്തത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ഓൾ ഫാമിലീസ് ആർ നോട്ട് സെയിം. നമ്മുടെ ഇൻകമും എക്സ്പെൻഡിച്ചറും എല്ലാ ഫാമിലീസിന്റെയും ഇൻകമും എക്സ്പെൻഡിച്ചറും ഒന്നും സെയിം ആവില്ല. അപ്പൊ നിങ്ങളുടെ വീട്ടിലെ പോലെ ആവില്ല എൻ്റെ വീട്ടിൽ അല്ലെ. Family budget depend on the variation in income and expense of each family. ഫാമിലി ബഡ്ജറ്റ് എന്തൊക്കെ ഘടകങ്ങളാണ് ഉള്ളത്, അല്ലെങ്കിൽ എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇൻകത്തിലെ വേരിയേഷൻ. ചില ഫാമിലീസിൽ ഇൻകം ഒരുപാട് ഉണ്ടാവും അല്ലെ, അതുപോലെ തന്നെ എക്സ്പെൻസും അതിനനുസരിച്ച് ഉണ്ടാവും. ചില ഫാമിലീസിലോ ഇൻകം കുറവേ ഉണ്ടാവുള്ളൂ, വരുമാനം കുറവേ ഉണ്ടാവുള്ളൂ, പക്ഷേ എക്സ്പെൻസും കുറവേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ എക്സ്പെൻസ് കൂടും. അത് ഓരോരോ ഫാമിലിയുടെ വേരിയേഷൻ അനുസരിച്ചിരിക്കും. Around us we see families with high and low income. നമുക്ക് ചുറ്റും ഹൈ ഇൻകം ഉള്ള ഫാമിലീസും ഉണ്ട്, അതുപോലെ തന്നെ ലോ ഇൻകം ഉള്ള ഫാമിലീസും ഉണ്ട് അല്ലെ. This leads to economic disparity among families. ഇത് എന്ത് സംഭവിക്കും? ഇങ്ങനെ ഹൈ ഫാമിലി, ലോ ഫാമിലി എന്നുള്ള ഒരു വേർതിരിവ് വരാൻ ചാൻസ് ഉണ്ട് അല്ലെ. പാവപ്പെട്ടവൻ എന്നും പണക്കാരൻ എന്നുള്ള വേർതിരിവ് ഉണ്ടാവാറുണ്ട്. The central and state governments have been implementing various programs for minimizing this economic disparity. അപ്പോൾ ഈ ഒരു ഡിസ്പാരിറ്റി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട്. അടുത്തത് എന്താണ് ആക്ടിവിറ്റി ബഡ്ജറ്റ് എന്ന് നോക്കാം. എന്താണ് ആക്ടിവിറ്റി ബഡ്ജറ്റ്? Just like family budget, each and every organization or institution around us to have budgets. അതായത് നമ്മളുടെ കുടുംബത്തിലത്തെ ബഡ്ജറ്റ് പോലെ തന്നെ ഓരോ ഓർഗനൈസേഷനും അതുപോലെ തന്നെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും എന്തുണ്ട്? ബഡ്ജറ്റ് ഉണ്ട്. Likewise, activity budgets can also be prepared. A budget prepared for a particular activity or a program is called activity budget.
ഇപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുകയാണ്, ഒരു ആക്ടിവിറ്റി നടക്കുകയാണ്, ആ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ചെലവുകൾ ഉണ്ടാക്കുന്ന ആ ഒരു ബഡ്ജറ്റിനെയാണ് എന്ത് പറയുന്നത്? ആക്ടിവിറ്റി ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ആക്ടിവിറ്റിക്കോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനോ വേണ്ടിയിട്ട് ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിനെയാണ് ആക്ടിവിറ്റി ബഡ്ജറ്റ് എന്ന് പറയുന്നത്. A budget prepared for your study tour is an example of an activity budget. അപ്പോൾ സ്റ്റഡി ടൂറിന് വേണ്ടിയിട്ട് ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാന്ന് വിചാരിച്ചു, അത് എന്താണ്? ആക്ടിവിറ്റി ബഡ്ജറ്റിന് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. Using the format given below, prepare a budget for one-day study tour organized by the Social Science Club. അപ്പോൾ സോഷ്യൽ സയൻസ് ക്ലബിന് വേണ്ടിയിട്ട് ഒരു ആക്ടിവിറ്റി ബഡ്ജറ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എത്ര ഇൻകം, എത്ര കുട്ടികളുടെ നിന്ന് എത്ര രൂപ വെച്ചിട്ടാണ് പിരിക്കേണ്ടത്, എത്രയൊക്കെയാണ് അതിൻ്റെ ചെലവുകൾ, എക്സ്പെൻഡിച്ചർ എന്നുള്ളതൊക്കെ കണക്കാക്കിയിട്ട് ആണ് ഈ ഒരു ആക്ടിവിറ്റി ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത്. Local self-government bodies like panchayats, municipalities and corporations have budgets. അപ്പോൾ നമ്മളുടെ ഫാമിലി ബഡ്ജറ്റ് പോലെ തന്നെ പഞ്ചായത്ത് ബഡ്ജറ്റ് ഉണ്ട്, മുനിസിപ്പാലിറ്റി ബഡ്ജറ്റ് ഉണ്ട്, കോർപ്പറേഷനൊക്കെ ബഡ്ജറ്റ് ഉണ്ട്. There are budgets for the central and state government. സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും എന്തുണ്ട്? ബഡ്ജറ്റ് ഉണ്ട്. The central and state government present the expected expenditure in the budget by calculating anticipatory expenses and identifying sources of revenue to meet it. അപ്പോൾ ഈ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഒക്കെ എങ്ങനെയാണ് ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്? അവർ ആദ്യം എക്സ്പെൻഡിച്ചർ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എത്ര ചെലവ് വരും എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന് അനുസരിച്ച് എത്ര റവന്യൂ കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിനുള്ള വരുമാനത്തിനുള്ള സോഴ്സസ് പിന്നീടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. എവിടുന്നൊക്കെയാണ് കിട്ടാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇതിന് ശേഷമാണ്. In India, the financial year is a period from 1st April to 31st March. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1st April മുതൽ 31st March വരെയാണ്. The central and the state governments prepare annual budget for every financial year. ഇപ്പൊ നമ്മൾ ഫാമിലി ബഡ്ജറ്റ് ആകുമ്പോൾ ഓരോ മാസത്തെ കണക്കാക്കുക. പക്ഷേ ഈ ഗവൺമെന്റിന്റെ ഈ ഒരു ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഒരു വർഷത്തേക്കാണ്, ഒരു ഇയർ, ഫിനാൻഷ്യൽ ഇയർ ആണ് പറയുന്നത് കേട്ടോ. April 1st മുതൽ March 31st വരെയാണ് ആ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. The central and state governments prepare annual budget for every financial year. ഓരോ ഫിനാൻഷ്യൽ ഇയറിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും അവർ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ചാപ്റ്റർ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് ബുക്കൊക്കെ നന്നായിട്ട് വായിക്കുക, എങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുക കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത ദിവസത്തെ വർക്കുമായിട്ട് നാളെ വരും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.